സൗത്ത് ആഫ്രിക്കയിൽ ഒരു അടിപൊളി സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഈ ഫുഡ് ലവേഴ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഒന്ന് കാണിക്കാൻ നേരത്തി കുറേ ആയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ക്ലിപ്പൊക്കെ കണ്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇവിടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പലതരത്തിലുള്ള മീനുകളുണ്ട്. നമ്മുടെ സാധാരണ സൂപ്പർ മാർക്കറ്റിലെക്കാട്ടിലും ഫ്രഷായിട്ട് നമ്മുടെ ഇവിടെ കിട്ടും. സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒരുവിധം മീൻ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ ഫ്രോസൺ ആയിരിക്കും. ഇവിടെ ഫ്രഷ് കിട്ടും. ഇവിടെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ യെല്ലോ ടൈൽ, പിന്നെ കിളിമീൻ്റെ തന്നെ പലതരം വെറൈറ്റി, പിന്നെ തിലോപ്പിയ, പിന്നെ ഹെയ്ക്ക് എന്ന് പറഞ്ഞൊരു മീനുണ്ട്, പിന്നെ സാൾമണിൻ്റെ തന്നെ കുറേ അധികം വെറൈറ്റി മീനുകളുണ്ട്. അങ്ങനെ ഒക്കെയുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് നമ്മുടെ കല്ലുമ്മക്കായി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മീനിൻ്റെയൊക്കെ സ്കിന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മീനിൻ്റെ മുട്ട, പിന്നെ മീനൊക്കെ മുറിച്ച് ഉപ്പ് മുളക് പിന്നെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഇതേപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ചിക്കൻ്റെ കാലാണ് കേട്ടോ. ചിക്കൻ്റെ കാല് ഇവിടെയുള്ള ആൾക്കാർ കഴിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ മുഴുവൻ കോഴീനെ വാങ്ങിക്കുമ്പം അധികം അതിലൊരു ചിക്കൻ്റെ കാലുണ്ടാവും കേട്ടോ. 2 കാലും അതിൽ അവർ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഫ്രോസൺ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ അപ്പുറത്തെ ഭാഗം ഫ്രഷ് കിട്ടുന്ന അതേ സാധനങ്ങൾ ഇപ്പുറം ഫ്രോസൺ ആയിട്ടുണ്ട് കേട്ടോ. അതിൽ കല്ലുമ്മക്കായി, പിന്നെ നമ്മുടെ കൂന്തൽ, പിന്നെ വലിയ ചെമ്മീനുകൾ, പിന്നെ മത്തി അധികം ഫ്രഷായി കിട്ടാറില്ല, ഫ്രോസൺ ആയിട്ടാണ് കിട്ടാറ്. ഫ്രഷായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. 1-2 പ്രാവശ്യം മറ്റേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ യെല്ലോ ടൈൽ എന്ന് പറഞ്ഞ മീൻ വാങ്ങി കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കണ്ണ് തള്ളിപ്പിക്കുന്ന കാഴ്ച. കുറേ അധികം ബേക്കറി ഐറ്റംസ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെ ബിസ്ക്കറ്റ് അങ്ങനത്തെ ബേക്കറി അല്ല. ഈ ബന്നീൻ്റെ തന്നെ പലതരം വെറൈറ്റി, പിന്നെ കപ്പ് കേക്കിൻ്റെ പലതരം വെറൈറ്റി. അപ്പോൾ ദേവുട്ടിക്ക് ഇഷ്ടപ്പെട്ട റെഡ് കളർ കപ്പ് കേക്ക് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിയില്ല കളറായതുകൊണ്ട്. അപ്പോൾ അതിനിങ്ങനെ വഴക്കിട്ടിരിക്കുന്നുണ്ട് അവൾ. പിന്നെ ചോക്ലേറ്റ് കളറ്, റെഡ് കളറ്, ബ്ലൂ കളറ്, പിന്നെ എന്തുവാ പായ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത. പക്ഷേ രണ്ടാൾക്കും അതിൻ്റെ പേരൊക്കെ അറിയാം കേട്ടോ. ഇവർ സ്കൂളിലെ കുട്ടികൾ കൊണ്ട് കഴിക്കുന്നതും പിന്നെ അവർക്ക് ഒരുവിധം എല്ലാ സാധനത്തിനും പേരറിയാം. ഓരോ ബ്രെഡ് ഐറ്റത്തിനും ഓരോ തരം പേരുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് കുക്ക് ചെയ്ത ഐറ്റങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ചോറുണ്ടാവും, പിന്നെ സലാഡ്, പിന്നെ ചിക്കൻ്റെ കാലൊക്കെ ഫ്രൈ ചെയ്തത്. നമ്മുടെ നാട്ടിലെ ഇളമ്പൊക്കെയാണ് കേട്ടോ ഇത്. 2-3 തരത്തിലെ ഇളമ്പൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായി, പിന്നെ ചെമ്മീൻ തന്നെ 2-3 തരത്തിലെ ചെമ്മീൻ. ഇതൊക്കെ ഫ്രഷ് ആണോയെന്ന് വെച്ചാൽ ഫ്രഷ് അല്ല, ഫ്രോസൺ ആണെന്ന് തോന്നും. പിന്നെ ചെറിയ ഞണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇളമ്പക്കായി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത്. പക്ഷേ അതിനൊരു ഉണക്കിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ വാങ്ങിയില്ല. കുറേ ദിവസം ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് ഉണക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നു. പിന്നെ ഇതൊക്കെ മീറ്റ് ഐറ്റംസ് ആണ്. പിന്നെ ഒരു പ്രത്യേകത ഒരു സാധനമാണിത്. നമ്മുടെ വെണ്ടക്ക, ഈ കളറിലെ വെണ്ടക്ക വാങ്ങിയിട്ടുണ്ട്, പോയപ്പോൾ കണ്ടതാണ്. പിന്നെ ഇത് മീറ്റ് ഐറ്റംസ് ആണ് കേട്ടോ. നമ്മുടെ പോർക്ക്, ബീഫ് എല്ലാം ഉണ്ട് ഇവിടെ. മട്ടൻ എല്ലാം ഉണ്ട്. പോർക്കൊക്കെ വലിയ പീസാക്കി മുറിച്ച് വെച്ചതുണ്ട്. അത് ചോപ്പ് ചെയ്തിട്ടും വേണമെങ്കിൽ തരാം, ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും തരും. അല്ലെങ്കിൽ നമുക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചോപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ബീഫിൻ്റെ ലിവറൊക്കെയാണ് കേട്ടോ. ഇതൊന്നും ഞങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല, കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ ലിവറാണിത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ചിക്കൻ്റെ ലിവറും ചിക്കൻ്റെ ഹാർട്ടും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ ലൂസായി വെച്ചിട്ടുണ്ട് പാക്കറ്റ് അല്ലാതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കിലോ കണക്കിന് തൂക്കിയിട്ട് തരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാം.